അങ്ങനെ സുഗതൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സുഗതനെ തകർക്കാനും ഇല്ലാതാക്കാനും മാറ്റി നിർത്താനും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJP-യിൽ നിന്ന് ഇല്ലാതാക്കാനും ഒക്കെ ഒരുപാട് പേർ ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. കുറെ പെണ്ണുങ്ങളൊക്കെ വന്ന് പിന്നെ ആംബുലൻസിലൊക്കെ ഇറങ്ങി അവിടെ സമരപ്പന്തലൊക്കെ കെട്ടി ഞങ്ങളെ BJP തൊട്ടു പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം കഴിഞ്ഞ് സുഗതന്റെ പട്ടാഭിഷേകം കഴിഞ്ഞു. ഇനി എന്തായിരിക്കും അടുത്ത നീക്കം? ശരിക്കും പറഞ്ഞാൽ സുഗതനെ എങ്ങനെയെങ്കിലും ഈ കൗൺസിലിൽ നിന്ന് പുറത്താക്കണം. ഇതാണ് CPM-ന്റെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJP-ക്ക് ഭരണത്തിലുള്ള മേൽക്കൈ നഷ്ടപ്പെടുത്താം. പക്ഷേ ഇതൊരു മിഥ്യാധാരണയല്ലേ? ശരിക്കും പറഞ്ഞാൽ UDF-ഉം അതുപോലെ തന്നെ CPM കൂടെ ഒന്നിച്ച് നിന്നാൽ പോലും BJP-യെ പുറത്താക്കാനുള്ള ഒരു മേൽക്കൈ അവർക്ക് കിട്ടില്ല. ഇവിടെ എന്താ പ്രശ്നം? VV രാജേഷ് എന്ന് പറയുന്ന മേയർ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നു. വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് 10-35 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച CPM-നെയാണ്. അപ്പോൾ കോർപ്പറേഷൻ ഭരണം സ്വന്തം കൈവെള്ളയിൽ എന്നവണ്ണം കൊണ്ടു നടന്ന CPM-ന് അവരുടെ അഴിമതി കഥകൾ ഒന്നൊന്നായിട്ട് VV രാജേഷ് എടുത്ത് പുറത്തിടുന്നു. ഇവിടെ വിയൂരിൽ പോയിട്ട് VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ട് ദൈവനാമത്തിലാണ് ഈ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതോടുകൂടി ഒരു കാര്യം ഉറപ്പായി, BJP-ക്ക് ഈ കൗൺസിലറെ നഷ്ടപ്പെടില്ല. എന്നിട്ടും CPM തിരുവനന്തപുരത്ത് ഒരു സത്യാഗ്രഹ സമരം നടത്തുക. എന്താണ്? റിലേ സത്യാഗ്രഹ സമരം. സുഗതനെ പുറത്താക്കണം. ഈ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തിയിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ രൂപം മാറും. പിന്നീട് ഇതെന്തെടുക്കും? ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറും. അങ്ങനെ ക്രമസമാധാന പ്രശ്നമായിട്ട് മാറിയിട്ട് സുഗതനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം അതായിട്ട് മാറും. എന്തിനു വേണ്ടി? അതായത് VV രാജേഷ് ഇപ്പോൾ വിയൂരിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. CPM-ന്റെ 2 കൗൺസിലർമാർ മാലിന്യങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു. എന്തിനാണ് ഈ മാലിന്യം വലിച്ചെറിയുന്നത്? അതായത് VV രാജേഷ് CPM ചെയ്യുന്ന ഓരോ അഴിമതി കഥകളും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒന്ന്, ഇപ്പോൾ അവിടുത്തെ കണ്ണിമേര മാർക്കറ്റിൽ മീൻ വിൽക്കാൻ വരുന്ന ചേച്ചിയുടെ കയ്യിൽ നിന്ന് ദിവസം 500 രൂപ വെച്ച് മേടിക്കുന്നു. ആ ചേച്ചി മീൻ കൊടുത്തില്ലെങ്കിൽ 2000 രൂപയുള്ള നെയ്മീൻ എടുത്തോട്ട് പോകുന്നു. ഇതാണല്ലോ സംഭവിക്കുന്നത്. തൊട്ടപ്പുറത്ത് 3 കല്യാണ മണ്ഡപങ്ങൾ എത്രയോ കാലമായിട്ട് CPM-ന്റെ പ്രാദേശിക നേതൃത്വം സ്വന്തം എന്ന നിലയിൽ വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ പൈസ സ്വന്തമാക്കുന്നു. ഇതെല്ലാം മേയർ രാജേഷ് തിരിച്ചു പിടിക്കണം. കോർപ്പറേഷൻ എത്ര കടമുറികളുണ്ട്? ആ സെക്രട്ടറിയോടൊക്കെ ചോദിക്കുമ്പോൾ 100-400 ഉണ്ട്. കൃത്യമായിട്ട് കണക്കെടുത്ത് നോക്കുമ്പോൾ 950-ലധികം ഉണ്ട്. ബാക്കി കടമുറികൾ ആര് വാടകയ്ക്ക് കൊടുത്തു? ആരാണ് അതിൻ്റെ പണം എടുക്കുന്നത്? ഇതെല്ലാം ഇങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോർപ്പറേഷൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന്? കോർപ്പറേഷൻ പരിധിയിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കണം. 40 ലക്ഷം രൂപയ്ക്കോ മറ്റോ ആണ് കരാർ എടുക്കുന്നത്. അപ്പോൾ ആ കരാർ CPM-ന്റെ ഒരു കൗൺസിലർ ബിനാമിയായിട്ട് ഇതിന് എടുക്കുന്നു. കുറേ കാലം കഴിയുമ്പം അടുത്ത വർഷമാകുമ്പം ഇതിനെക്കാട്ട് ഒരു 10% പൈസ വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഈ കൗൺസിലർക്ക് തന്നെയാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത്തവണ നോക്കുമ്പോൾ 40 ലക്ഷം രൂപയ്ക്കാണ് കരാർ പോയിക്കൊണ്ടിരിക്കുന്നത്. മേയർ പറയുന്നത് വേണ്ട, ഓപ്പൺ ടെൻഡർ കൊടുക്കാം. ഓപ്പൺ ടെൻഡർ കൊടുത്തപ്പോൾ ഈ കരാർ എടുത്ത വ്യക്തിയിൽ നിന്ന് സബ് കരാർ എടുക്കും, ഉപകരാർ എടുക്കും. ഈ ഉപകരാർ എടുത്ത വ്യക്തി വന്ന് ഇത്തവണ കരാർ പിടിച്ചു. എത്രയാണെന്നറിയാം? 104 ലക്ഷം രൂപയ്ക്ക്. എന്ന് പറഞ്ഞാൽ 1,04 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ ഇത്രയും നാൾ ഇത്രയും പൈസ ആര് വെട്ടിച്ചുകൊണ്ടിരുന്നു? CPM-ന്റെ പ്രാദേശിക നേതാക്കൾ വെട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വിടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. എന്തിനാണ് മേയർ രാജേഷ് പറഞ്ഞ 2 പേരെ മാലിന്യം വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ CPM കൗൺസിലർ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന്? ഇതൊരു മാഫിയാണ്. അതായത് തിരുവനന്തപുരം, കൊച്ചിയും കോഴിക്കോടും പോലെയുള്ള വലിയ കോർപ്പറേഷനുകളിൽ മാലിന്യം കുന്നുകൂടിയാൽ അവിടെ നഗരവാസികൾക്ക് ജനജീവിതം ദുസ്സഹമാകും. ഇവിടെ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകാതെ ഈ കോർപ്പറേഷൻ ജീവനക്കാർ ഒരു മടി കാണിക്കുക എന്തെങ്കിലും ചെയ്താൽ ഏതെങ്കിലും വീട്ടിൻ്റെ പരിസരത്തോ അതല്ലെങ്കിൽ ഈ പറയുന്ന റെസിഡൻഷ്യൽ ഏരിയയിലോ മാലിന്യങ്ങൾ കുന്നുകൂടും. ഈ കുന്നുകൂടിക്കഴിഞ്ഞാൽ ഈ കോർപ്പറേഷനും എടുത്തുകൊണ്ട് പോകുന്നില്ല. സമ്പന്നരാണെങ്കിൽ ആരെയെങ്കിലും പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് ഈ മാലിന്യം കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം പറയും, ഓ മാലിന്യം കൊണ്ട് കളയാൻ ഒരു രക്ഷയില്ല, ഞാൻ നോക്കട്ടെ, 10,000-5000 രൂപ കൊടുത്തൊന്നും പറ്റില്ല, ഒരു 10,000 രൂപ അല്ലെ 20,000 രൂപയൊക്കെ വേണം. അപ്പോൾ മാലിന്യ മാഫിയ അവിടേക്ക് ഇടപെടുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് CPM-ന്റെ 2 കോർപ്പറേഷൻ കൗൺസിലർമാർ അവിടെ ഇവിടെയൊക്കെ മാലിന്യങ്ങൾ കൂട്ടിയിടാൻ തുടങ്ങിയത്. എന്തിനു വേണ്ടി? അപ്പോൾ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ BJP ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രശ്നവുമാവും. ഒപ്പം ജനങ്ങൾ എന്തെടുക്കും? സ്നേഹത്തോടു കൂടി ഈ പറയുന്ന ഉപകരാറുകാരെ തേടിയിറങ്ങും. അപ്പോൾ ഇതൊരു മാഫിയയുടെ തന്ത്രമാണ്. എത്ര കൃത്യമായിട്ടാണ് രാജേഷ് ഇതിനെയൊക്കെ പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ രാജേഷ് ഇതറിയാം, ഇങ്ങനെ ഒരു മാഫിയുണ്ട്. ഇനി ഇത് കഴിഞ്ഞാലോ കുടിവെള്ള മാഫിയുണ്ട്. ധന്യ തിരുവനന്തപുരത്തുകാരാണ്. എത്ര തവണയാണ് അവിടെ പൈപ്പുകൾ പൊട്ടുന്നത്? ഈ പൈപ്പ് പൊട്ടി കുടിവെള്ളം കിട്ടിയില്ലേ നമ്മൾ എന്താ ചെയ്യുക? പ്രൈവറ്റ് ടാങ്കറുകളെ ആശ്രയിക്കും അല്ലേ കുടിവെള്ളം കൊണ്ടുതരാൻ. അതൊരു ഫ്ലാറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ റെസിഡൻഷ്യൽ ഏരിയയിലേക്കോ ആണെങ്കിൽ എത്ര ടാങ്ക് വെള്ളം വരും? അപ്പോൾ ആ മാഫിയ അവിടെ പ്രവർത്തിക്കും. ഇത്തരത്തിൽ മാഫിയയുടെ പിന്നിലേക്ക് ചെന്നാൽ അതിൻ്റെ പിന്നിലെ ബെനാമി ആരാ? CPM നേതാക്കളാണ്. അപ്പോൾ അതെല്ലാം ആര് പുറത്തു കൊണ്ടുവരും? രാജേഷ്. അപ്പോൾ കോർപ്പറേഷൻ അതിൻ്റെ ഗുണമുണ്ടാകും, നാട്ടുകാർക്കും ഗുണമുണ്ടാകും. വെട്ടിനിരത്തലിന് രാജേഷ് ഇറങ്ങിയാൽ CPM-ന് തടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ
ഇപ്പോൾ സുഗതന്റെ പേരിലായിരുന്നു കുറെ പ്രശ്നം ഉണ്ടായത്. സുഗതൻ ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിലിലെ ലൈബ്രറി ഹാളിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ രാജേഷിന്റെ നീക്കത്തെ ഇനി CPM പ്രതിരോധിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും BJPയുടെ ഒരു നീക്കത്തെയും CPM-നും കോൺഗ്രസിനും പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം ഫുൾ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യ തന്നെ നമുക്കറിയാം, BJP എപ്പോഴെങ്കിലും വാജ്പേയി ഒക്കെ പിന്നെ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ ഇത് തന്നെ ഇനി BJP ഇന്ത്യ ഭരിക്കാനൊന്നും പോകുന്നില്ല. ഒരിക്കലും നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത ഇടത്താണ് 3 തവണയായി BJP ഇന്ത്യ ഭരിക്കുന്നത്. 12 വർഷത്തോളമായി. എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാവരുടെയും 70 വർഷം ഭരിച്ചവരുടെയൊക്കെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് BJP എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഇതിൽ പുഴിക്കുത്തുകൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ BJPക്ക് അകത്തെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കാൻ, മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കാൻ, BJPയുടെ ഉള്ളിൽ നടക്കുന്ന ഫണ്ടിങ്, കൊള്ളകൾ, അങ്ങനെ പല കാര്യങ്ങളും ചോർത്തി കൊടുക്കാനൊക്കെ ഇതിന്റെ അകത്ത് തന്നെ കുറെ പുഴിക്കുത്തുകളുണ്ട്. അതൊക്കെ മാറ്റി നിർത്തിയാൽ BJP പോകുന്നത് കൃത്യമായ പ്ലാനിങ്. അവർക്കറിയാം വികസനത്തിലൂടെ മാത്രമേ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റൂ. അഴിമതി ഇല്ലാതിരുന്നാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ പറ്റൂ. അങ്ങനെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു തിരുവനന്തപുരം നിവാസി എന്ന രീതിയിൽ തിരുവനന്തപുരത്തെ കൗൺസിലർമാർ, BJP കൗൺസിലർമാരുടെ കീഴിൽ നമ്മുടെ വാർഡിലെയൊക്കെ കൗൺസിലർമാർ BJPക്കാരായിരുന്നു. അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പേര് ഉറപ്പിക്കാൻ, എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു അടി പതറിയത് പന്തള, അവിടെ തമ്മിലടികളാണ് പ്രശ്നങ്ങളായത്. വേറെ ഒരിടത്ത് അവർക്ക് അങ്ങനെ പിടിച്ചെടുത്തിടമൊന്നും അങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനില് അന്ന് ശബരിനാഥ് പറഞ്ഞു എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ സുഗതനെ ഇനി വെളിയിലിറക്കില്ല. ആ കൊക്ക് ചത്തിട്ട് ഇന്ന് സുഗതൻ ഇപ്പൊ പട്ടാഭിഷേകം, ഇപ്പൊ ഹൈക്കോടതി തന്നെ പറഞ്ഞു സുഗതൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ഹൈക്കോടതിയാണ് പറയുന്നത്, വേറെ ആരുമല്ല. ഇന്നലെ VV രാജേഷിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, കോടതിയുടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, കോടതിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, കോടതിയുടെ വാക്കുകൾ ഞങ്ങൾ മാനിക്കുന്നു, കോടതി എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ കഴിഞ്ഞില്ല ഇവിടെ കാര്യങ്ങൾ, വിവാദങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. ഇന്ന് സുഗതൻ കുളിച്ച് കുട്ടപ്പനായി കുറിയൊക്കെ തൊട്ട് വന്ന് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഇനി പിന്നെ മാഷ് ഇന്നലെ പറയുന്നത് പോലെ ഇതിലൊരു ചെറിയ തടസ്സം എന്ന് പറയുന്നത് എത്രയോ കൗൺസിൽ യോഗങ്ങളിൽ കൗൺസിലർമാർ പങ്കെടുക്കണം, ഇല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കാൻ കഴിയും. അതാ അത്തരം ഒരു നീക്കമുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ സുഗതൻ ഒരുപക്ഷെ ജാമ്യം കിട്ടിയില്ല, ജാമ്യം അനുവദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ സുഗതൻ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതെ വരും. സ്വാഭാവികമായും അങ്ങനെ ഒരു അയോഗ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോ അതിൽ നല്ലത് സുഗതനെ രാജിവെപ്പിച്ചിട്ട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ സ്ഥലത്ത് നടത്തിയാൽ BJP തന്നെ ജയിക്കും, അത് സ്വാഭാവികമായും. പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകില്ല എന്ന് BJP വിശ്വസിക്കുന്നുണ്ടാവും. സുഗതന് ജാമ്യം കിട്ടി. ഇപ്പൊ കാപ്പയൊക്കെ അല്ലേ ചുമത്തിയിരിക്കുന്നത്. ഈ കാപ്പ കുറ്റമൊക്കെ ചെയ്ത സുഗതൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയന്റെ സർക്കാർ ആയിരുന്നല്ലോ ഇവിടെ അധികാരത്തിൽ ഇരുന്നത്, എന്തുകൊണ്ടാണ് BJPയുടെ ഒരു നേതാവിനെ, ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനയെ അറസ്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ഇതൊക്കെ പ്ലാനിങ് ആയിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൗൺസിലറെ നമുക്ക് അറസ്റ്റ് ചെയ്യണം, കാപ്പ ചുമത്തണം. അപ്പൊ ഇതൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു. അതൊക്കെ കോടതി തെളിയിക്കട്ടെ എന്താണ് കാപ്പ കേസിലൊക്കെ പെടുത്തിയ ഒരാളെ നാട് കടത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. എന്തായാലും നാടകങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് തന്നെ പറയണം. VV രാജേഷ് മാസായി തിരുവനന്തപുരത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്ത് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. എനിക്ക് തോന്നുന്നു അടൽ ക്യാൻറ്റീൻ വരുമെന്ന് പറഞ്ഞു, അത് ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ വന്നാൽ തിരുവനന്തപുരത്തുകാർക്ക് വലിയ ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൗൺസിലർമാർ നടത്തുന്ന നീക്കങ്ങൾ അക്ഷരാർത്ഥത്തിൽ CPM-നെ വല്ലാതെ ആലോചനപ്പെടും. ഇതാണല്ലോ സത്യം. ഞാൻ 2 അറസ്റ്റിലാവൂലേ ഉടനെ? കാരണം ഇത് എന്തിനാണ് ഈ മാലിന്യം വലിച്ചെറിഞ്ഞത് ഇവര് മറുപടി പറയേണ്ടി വരും. അപ്പൊ ഈ മാഫിയകളുടെ കാര്യങ്ങൾ പുറത്തേക്ക് വരും. മാത്രമല്ല ഈ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് ഈ മാലിന്യങ്ങൾ BJPക്കാർക്കെതിരെ ഈ കൗൺസിലർമാരുടെ പിടിപ്പ് കേടുകൊണ്ട് മാലിന്യം കുവിഞ്ഞു കൂടുന്നു, ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. പണ്ട് CPM ആയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നമൊന്നും ഉണ്ടായില്ല. വളരെ തന്ത്രപരമാണ്. കാരണം CPM-ന്റെ നീക്കങ്ങൾ പലപ്പോഴും പൊളിയുന്നു. നമ്മൾ കാണുന്നത് എന്താ, പിണറായി വിജയന്റെ മകളെ വീട്ടിൽ റെയ്ഡിന് വന്നപ്പോൾ ED-യെ തടഞ്ഞുകൊണ്ട് ഒരു വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ CPM ശ്രമിച്ചു. അതുകൊണ്ട് എന്തെടുത്തു, 10-26ഓളം നേതാക്കൾ ഇപ്പോഴും അഴി എണ്ണിക്കൊണ്ടിരിക്കുന്നു. അത് പൊളിഞ്ഞല്ലോ. അപ്പൊ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി തങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് CPM-ന്റെ ലക്ഷ്യമാണ്. അന്ന് CPM പറയുന്നത് എന്താ, നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല കൈവിലങ്ങുകളല്ലാതെ. ഇന്നങ്ങനല്ല. ഇന്ന് ED അന്വേഷിച്ച് എന്നാൽ മണിമന്ദിരങ്ങളും കടമുറികളും ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പൊ അത്തരം നീക്കങ്ങളൊന്നും നടത്തില്ല. അപ്പൊ കോർപ്പറേഷന് മുന്നിൽ ഈ സമരം നടത്തുമ്പോൾ നാളെ അതൊരു ക്രമസമാധാന പ്രശ്നമാകും. ആ ക്രമസമാധാന പ്രശ്നമാകുമ്പോൾ ഭരിക്കുന്നത് LDF സർക്കാരല്ല, UDF സർക്കാരാ. നിലപാട് മാറ്റിയേക്കാം. കാരണം കോർപ്പറേഷന്റെ കാര്യത്തിൽ BJPക്ക് വലിയ മേൽക്കൈയുണ്ട്. അനാവശ്യമായിട്ട് LDF-നെ സപ്പോർട്ട് ചെയ്താൽ ഉള്ള ജനപിന്തുണ
കൂടി നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ് ഭരണകൂടം മനസ്സിലാക്കും, അല്ലെങ്കിൽ VD സതീശനെങ്കിലും മനസ്സിലാകും. അതുകൊണ്ട് ആ പിന്തുണ കിട്ടില്ല. ഇവിടെ മേയർ രാജേഷ് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു അല്ലേ. തൻ്റെ കോർപ്പറേഷൻ മെമ്പേഴ്സിനെ മുഴുവൻ ബിൽഡ് ചെയ്തിട്ട് അവരോട് പറയുന്നു, നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ഒരു ചെറിയ മലയല്ല, വലിയൊരു പർവ്വതത്തെയാണ്. ആ പർവ്വതത്തെ ഒന്നിനു പുറകെ നമ്മൾ ഫേസ് ചെയ്ത് മറികടന്നു പോകണം. അതുകൊണ്ടാണ് VV രാജേഷ് മുന്നോട്ട് പോകുന്നത്. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം അഹോരാത്രം പണിയെടുക്കാൻ മടിയില്ലാത്ത ഒരു ജനപ്രതിനിധി, അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ. അദ്ദേഹം ഏത് പാതിരാത്രിക്കും ഏത് പകലിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് രംഗത്ത് വരും. അതുകൊണ്ട് VV രാജേഷിന് ഈ നീക്കത്തെ അക്ഷരാർത്ഥത്തിൽ കയ്യടികളോടെയാണ് കോർപ്പറേഷനിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഒപ്പം സുഗതന്റെ കാര്യത്തിൽ നടത്തിയത് ഒരു കടുംവെട്ടാണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം അല്ലേ.